നമ്മുടെ ഫെർട്ടിലിറ്റി ഫസ്റ്റിൻ്റെ തന്നെ പേജിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയൊരു റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ് 35 വയസ്സിന് ശേഷമുള്ള വന്ധ്യത. അപ്പോൾ എന്തുകൊണ്ട് 35 ഇയേഴ്സ് എന്നുള്ള ഒരു ഏജ് ഇത് കൊടുക്കുന്നു? എന്തുകൊണ്ട് 40+ അല്ല 35+ എന്ന് പറയുന്നത്? അത് സോഷ്യലി സംസാരിക്കുന്നതാണോ അതോ സോഷ്യലി തന്നെ? അതായത് 30s വരെ വലിയ കുഴപ്പമില്ല, 32 കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ഡിക്ലൈൻ ഉണ്ടാവും. 35 ആ ഡിക്ലൈൻ ഓൾമോസ്റ്റ് ഹാഫിലേക്ക് വരിക, അതായത് മുമ്പുണ്ടായിരുന്നതിനെക്കാട്ട് ഒരു ഹാഫായിട്ട് അവരുടെ ഫെർട്ടിലിറ്റി കുറയുക. അതുകൊണ്ട് പറയുന്നതാണ് 35. പിന്നെ ഈ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി പറയുമ്പോഴും നമ്മൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ട് ഒരു സെക്കൻഡ് കുട്ടി ഉണ്ടാവണം എന്ന് വിചാരിച്ചൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ആ ഏജ് വരുമ്പോൾ ഏകദേശം 35 വരിക. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പാണ് 35+ ആണ് കൂടുതൽ ആൾക്കാർ ഈ ഇത്തരം കുട്ടികളാവാത്തതിൻ്റെ ഓവറോൾ കൺസേൺസിൽ വരിക. പിന്നെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഫെർട്ടിലിറ്റി IVF ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ വരുന്ന ആൾക്കാരും ഈ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക്, കാരണം അവർ അതുവരെ മാക്സിമം ട്രൈ ചെയ്യാവുന്ന എല്ലാ മെത്തേഡ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു 35 എത്തുമ്പോൾ പിന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുകയും ചെയ്യുന്ന ഒരു സമയം അതാണ് അല്ലേ. കുറേ കൂടി ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിളായി ഇനി നെക്സ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഇനി ഒരു കുട്ടി എന്തായാലും വേണം, അപ്പോൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഏജ് അതാണ്. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിന് അങ്ങനെ, അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷനൊന്നുമില്ല. 35 അതിന് അബവ് ആണ്. കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇതാണെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ട സമയം, അത്രയേ ഉള്ളൂ.